എൻ്റെ എല്ലാ ശ്രോതാക്കൾക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ വന്ദനം. ഞാനിപ്പോൾ ആയിരിക്കുന്നത് ഗാനയുടെ ക്യാപിറ്റൽ സിറ്റിയായ ആക്രയിലാണ്. എന്നോടൊപ്പമുള്ളത് കർത്താവിൻ്റെ ദാസൻ അപ്പോസ്തലൻ പീറ്ററാണ്. താൻ ഇവിടെയുള്ള സഭയുടെ ശുശ്രൂഷകനാണ്. തൻ്റെ പിതാവ് മുഖാന്തരം ഏകദേശം 25 വർഷങ്ങൾക്ക് മുമ്പ് ഈ രാജ്യത്തിൽ സഭ സ്ഥാപിക്കുവാനായിട്ട് ദൈവം ഇടയാക്കി തീർത്തു. ഇന്ന് 43-ലധികം സഭകൾ ഈ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് അവർക്കുണ്ട്. ദൈവം ഈ രാജ്യത്തെ ഉണർവിന് വേണ്ടി കണ്ടു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. മാത്രമല്ല, ഈ രാജ്യത്തിൻ്റെ പ്രസിഡൻ്റ് ഉൾപ്പെടെ ഉള്ള വ്യക്തികൾ യേശുക്രിസ്തുവിനെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്നവരാണ് എന്നറിയുവാൻ കഴിഞ്ഞതിൽ ഞാൻ ഒത്തിരി ദൈവത്തെ സ്തുതിക്കുന്നു. ചില പ്രധാനപ്പെട്ട വ്യക്തികളുമായി പ്രാർത്ഥിപ്പാൻ ദൈവം അവസരങ്ങളെ ഒരുക്കി. പ്രിയമുള്ളവരെ, ഞാൻ വിശ്വസിക്കുന്നു ഗാനയെ ദൈവം ഉണർവിന് വേണ്ടി തിരഞ്ഞെടുത്തിരിക്കുകയാണ്. വരുന്ന ദിവസങ്ങളിൽ വൻ കാര്യങ്ങൾ ഈ രാജ്യത്തിൽ സംഭവിക്കും. ദൈവം ഉണർവിന് വേണ്ടി ഈ രാജ്യത്തെ ഒരുക്കുകയാണ് എന്ന് ഞാൻ വിശ്വസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. വേദപുസ്തകത്തിൽ യേശുക്രിസ്തുവിൻ്റെ ക്രൂശീകരണവുമായി ബന്ധപ്പെട്ട് നാം വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ കാണുന്നു: കുറേനക്കാരനായ ശീമോൻ നിർബന്ധത്താൽ ക്രൂശ് ചുമക്കേണ്ടി വന്നു. എന്നാൽ പിന്നത്തേതിൽ ചരിത്രം പറയുന്നത് തൻ്റെ മക്കൾ റൂഫസ്, അലക്സാണ്ടർ അവർ ക്രിസ്തു നിമിത്തം പ്രസിദ്ധരായി തീർന്നു. അങ്ങനെയെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നു യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് ചുമന്ന കുറേനക്കാരനായ ശീമോൻ്റെ തലമുറകൾ ഈ കാലഘട്ടത്തിൽ ഒരു ഉണർവിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ദൈവം ഈ രാജ്യത്തെ ഉണർവിന് വേണ്ടി ഉപയോഗിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. തുടർന്നും പ്രാർത്ഥനയിൽ ഓർക്കുക. കർത്താവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.